ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ബിസിനസ്സിൻ്റെ തിരക്കുകൾ കാരണം സമയക്കുറവ് കാരണം കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ വീട്ടിൽ കറക്റ്റായിട്ടുള്ള കൃഷി ചെയ്യാൻ പറ്റിയൊരു സ്ഥലം സൗകര്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷി ചെയ്യാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ മാതൃകാപരമായിട്ടുള്ള ഒരു ചിന്താഗതിയുമായിട്ടാണ് നമ്മുടെ ഫ്രണ്ടായിട്ടുള്ള മലപ്പുറം കൂട്ടിലങ്ങാടിയിലെ നബീലിൻ്റെ കൃഷി രീതിയെക്കുറിച്ചുള്ള ഒരു സങ്കല്പം. കാരണം വീടും അതേപോലെ മുറ്റവും മറ്റുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് കിണർ കാര്യങ്ങൾ വർക്ക് ഏരിയ ഒക്കെ കൂടെ ആയിട്ട് മറ്റുള്ള കൃഷിക്ക് യാതൊരു വിധത്തിലുള്ള പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷേ വീട്ടിൻ്റെ ഒരു സൈഡിൽ ഒരു കോർണറിലായിട്ട് ഒരു 10 സ്ക്വയർ മീറ്റർ സ്ഥലത്ത് അതന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ കോൺക്രീറ്റിൻ്റെ സ്ലാബാണ് വരുന്നത്. ഈ കോൺക്രീറ്റിൻ്റെ സ്ലാബിൻ്റെ മുകളിൽ പടവ് ഉപയോഗിച്ചിട്ട് ഫിഷ് പോണ്ട് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ അക്വാപോണിക് രീതിയിൽ മണ്ണില്ലാതെ കൃഷി ചെയ്യുക എന്നുള്ള ഒരു ചിന്താഗതി നബീൽ ആദ്യമായിട്ട് ചിന്തിച്ച്, അതുപോലെ തന്നെ ഒരുപാട് തിരക്കുള്ള ആളാണ്. എന്നിലും ഈ ഒരു ചിന്താഗതി നമ്മളെടുത്ത് പറഞ്ഞ് നമ്മളതൊരു അക്വാപോണിക് യൂണിറ്റ് ആക്കിയിട്ട് ഇപ്പോൾ വർക്ക് സെറ്റ് ചെയ്ത് ഫിനിഷാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു താല്പര്യം കൃഷി ചെയ്യാനുള്ള, അത് സ്വന്തമായിട്ട് നമുക്ക് വേണ്ട ജൈവ പച്ചക്കറി നമ്മളെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള ഒരു താല്പര്യത്തോടെയാണ് ഈ ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെടാൻ നബീൽ തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾ കൂടെ വർക്ക് ചെയ്ത സമയത്തൊക്കെ ഞങ്ങൾ കൂടെ തന്നെ നിന്നിട്ട് എല്ലാ വർക്കിലും ഹെൽപ്പ് ചെയ്ത സമയത്തൊക്കെ ആ ഒരു താല്പര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. കാരണം എന്ന് വെച്ചാൽ ഈ കൃഷി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് അങ്ങനത്തെ ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥലം പരിമിതി ഉണ്ടായിട്ട് പോലും ഈ ഒരു കോർണർ, അതായത് ഇങ്ങനത്തെ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ആൾ തീരുമാനിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും വരും മാസങ്ങളിൽ, അതായത് 2-3 മാസങ്ങൾക്കപ്പുറം നല്ലൊരു കൃഷിൻ്റെ നല്ലൊരു ഔട്ട്പുട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ നല്ലൊരു താല്പര്യത്തോടെ കൃഷി ചെയ്യുന്ന നബീലിന് സർവ്വവിധ ആശംസകളും തരുന്നു. അതുപോലെ തന്നെ ഇത് നമ്മളൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്. ഇത് ഏകദേശം 2000-3000 ലിറ്റർ വെള്ളത്തിൽ ആണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മഴമറ അതുപോലെ തന്നെ ഗ്രോ ബെഡ് കാര്യങ്ങളെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ ഇതിൽ ഫിഷ് പോണ്ടിൽ മീനിട്ടിട്ട് പച്ചക്കറികൾ വെച്ചിട്ട് കൃഷിയൊക്കെ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വിളവെടുപ്പിൻ്റെ ഒരു വീഡിയോ, നല്ല അടിപൊളിയായിട്ട് വിളവെടുപ്പിൻ്റെ ഒരു വീഡിയോയും കൂടെ നമ്മൾ വിത്തിൻ 3-4 മന്ത്സ് നമ്മൾ കാണിക്കും. അപ്പോൾ തീർച്ചയായിട്ടും യൂട്യൂബിലാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.